ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പം നമ്മൾ ഈ ക്ലാസ്മേറ്റ്സ് കൂടുക എന്നുള്ളൊരു പരിപാടി നമ്മളെ ലാൽ ജോസിൻ്റെ 96 ഈ ക്ലാസ്മേറ്റ്സ് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പുകൾ കൂടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ഇല്ലേ. പഴയ ഈ 80-90 തന്ത വൈബുകളൊക്കെ കൂടിയിട്ട് പഴയ ബാച്ചുകളിലേക്ക് തിരഞ്ഞ് പിടിച്ച് അഡ്രസ്സൊക്കെ തേടി പിടിച്ച് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. ഇപ്പോൾ ജസ്റ്റ് സ്കൂൾ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ കോളേജ് ഗ്രൂപ്പുകൾ, ആ കോളേജ് ഗ്രൂപ്പിൽ തന്നെ ഈ പ്രീ ഡിഗ്രി ഗ്രൂപ്പ്, ഡിഗ്രി ഗ്രൂപ്പ് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. ഓക്കെ, അതിനുശേഷം ആ ഒരു ഗ്രൂപ്പിൽ മിക്കവാറും ഒരു 75-80 പേരുണ്ടാവും, അല്ല 75ൻ്റെ മേലെ ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു 50 പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ത വൈബുകളാണല്ലോ, അതായത് 80-90 ടീമുകളാണ് മിക്കവാറും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ ടീമുകൾ പിന്നെ 2K കിഡ്സുകൾ ഉണ്ടാക്കിയത് വേറെ കേട്ടാ. ഞാൻ പറഞ്ഞ ഈ 80-90 കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ടീമുകൾ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് മറ്റേ അതിലൊരു പ്രത്യേകത, ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലൊക്കെ ഒരു 1-2 ഇത്തിരി കഴിവുള്ള കുട്ടികളുണ്ടാവും. അതായത് കഴിവുള്ള പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോളേജ് പഠിക്കുന്ന സമയത്ത് കുറച്ച് മോഡേണായി ചിന്തിച്ച ആളുകളുണ്ടാവും. അവർ പിന്നീട് വലുതാകുന്ന സമയത്തും മോഡേണായിട്ടാണല്ലോ ചിന്തിക്കുക. ചോട്ടയിലെ ശീലം ചോടല വരെ പറയാം. മറ്റേ ടീമുകൾ, പഴയ ടീമുകൾ ഒരു 99% എന്താ പറയുക BC കാലഘട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഹാരപ്പൻ ആ കാലഘട്ടത്തിലായിരിക്കും ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വീണ്ടും വരികയാണ്. അതായത് ഈ 1% എന്ന് പറയുന്ന കുറച്ച് മോഡേണായ ആളുകൾ, അന്നത്തെ കാലത്ത് മോഡേണായിരിക്കും, ബാക്കി 99% ഈ കാളവണ്ടി യൂത്തിലുള്ള കുറേ ടീമുകളും കൂടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഇവർ ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ നല്ല രീതിയിൽ പോവും. അതിനുശേഷം ഈ കഴിവുള്ള പിള്ളേരുണ്ടാകുമല്ലോ, ഈ അവരെന്ത് ചെയ്യും, അവരുടെ റീൽസുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഇതോ അവരുടെ വിശേഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഈ പഴയ കളവന്മാർക്ക് തീരെ പിടിക്കില്ല. അപ്പോൾ അവർ ചാട്ടി വീഴും എല്ലാം കൂടിയിട്ട്. അതുവരെ ആദ്യമൊക്കെ ഭയങ്കര ഗ്രൂപ്പിൽ മറ്റേ സജീവമായിരിക്കും. സജീവം മീൻസ് കുറച്ച് ആക്റ്റീവായിരിക്കും ഈ തുടങ്ങിയ സമയത്ത്. പിന്നെ ഒരു 10 ദിവസത്തിനുള്ളിൽ ഡെഡായിട്ടുണ്ടാവും. പിന്നെ ആരും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ കഴിവുള്ള പിള്ളേരുണ്ടാകുമല്ലോ, അവരെന്ത് ചെയ്യും, ഇതിൽ നല്ല വീഡിയോസോ നല്ല എന്താ പറയുക റീൽസോ അല്ലെങ്കിൽ ഇൻസ്റ്റ ടിക്ടോക്ക് അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ പഴയ തന്ത വൈബുകളൊക്കെ കൂടി ഒരുമിച്ച് കണ്ട് ചാടി വീഴും. കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, അതാണ് പറയുന്നത്. അപ്പോൾ ഒക്കെ കൂടി ചാടി വീഴും. ചാടി വീണിട്ട് എന്ത് ചെയ്യും, വീണ്ടും അവിടെ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കും. അതായത് മറ്റേ ഇതിങ്ങനെ പറ്റില്ല, ഇത് ഇങ്ങനത്തെ ഗ്രൂപ്പല്ല, ആ ഗ്രൂപ്പല്ല, ഈ ഗ്രൂപ്പല്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ കൂടി വളഞ്ഞു കെട്ടി ആക്രമിക്കും. അതിൽ മെയിനായിട്ട് ഈ വളഞ്ഞു കെട്ടി ആക്രമിക്കാനുള്ള കാരണം എന്താണെന്നറിയാം. അതായത് ഒന്നാമത് മറ്റേ ടീമുകൾക്ക് ഒറ്റ കഴിവുമില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർ ഈ ഗ്രൂപ്പിലൊരു 2-3 കളവികൾ, ഇപ്പോൾ കളവികളായിട്ടുണ്ടാവും, 80-90 പഠിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ ഒരു 45-50 ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 3-4 പഴയ കളവികളിനെ ഇവർ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കളവികളുടെ ഇടയിൽ നന്മ മരം ചമയാണ്, നീ ഇങ്ങനത്തെ വീഡിയോ ഇടാൻ പറ്റില്ല, മറ്റേ ഡാൻസ് ഇടാൻ പറ്റില്ല, പാട്ടിടാൻ പറ്റില്ല പറഞ്ഞിട്ട് ഈ കളവന്മാരെ കൂടിയിട്ട് ചാടി വീഴും. ചാടി വീണിട്ട് മറ്റേ ആളിനെ പുറത്താക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. മറ്റേർക്ക് ഒത്തുപോകുന്നില്ല. എന്താ പറയുക, അവർ ഞാൻ പറഞ്ഞ പോലെ BC അല്ലെങ്കിൽ ഹാരപ്പൻ കൾച്ചറിലുള്ള ടീമുകളാണായി. അപ്പോൾ ഇവർ വളഞ്ഞു കെട്ടി ആക്രമിച്ച് ലാസ്റ്റ് മാറ്റാനെ പിടിച്ച് വെളിയിലാക്കും. അല്ലെങ്കിൽ ഇവരുടെ സൗരക്കേട് കൊണ്ട് അവൻ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിലീറ്റ് ചെയ്തിട്ട് അവൻ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് ടീമുകൾ. ഇപ്പോൾ ജസ്റ്റ് ഞാനിത് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്ത സമയത്ത് അവർക്കും ഇതുപോലത്തെ ഒരേ അനുഭവങ്ങളാണ്. മീൻസ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു കേട്ടോ, ഒരു അന്തംകമ്മി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അതിപ്പോൾ ഓന്ത് മൂത്ത് കുടുംബം പോലെ ഇപ്പോൾ ASI എന്തോ ആയിട്ടുണ്ട്. ഈ 2 ഉണ്ട് ഈ ഗ്രൂപ്പിൽ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഇതുപോലെ ഡെഡായ ഒരു ഗ്രൂപ്പായിരുന്നു.
അപ്പോൾ അതിൽ കുറേ തള്ളകളുമുണ്ട്, ഒരു 3-4 തള്ളകളുണ്ട്. അവരുടെ നന്മമരം ചമയലാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പോൾ ഞാനിടയ്ക്ക് ചില സമയത്ത് റീൽസും മറ്റേ പഴയ ടിക്ടോക്കൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. ഡെഡായ ഗ്രൂപ്പാണ്, ആരും ഒന്നും പറയാറില്ല. ഇത് ഇട്ട് കഴിഞ്ഞ് ഇവർക്ക് മൊത്തത്തിൽ ഗ്രൂപ്പ് സജീവമാവും. എന്ന് പറഞ്ഞാൽ 99% മറ്റേ ടീമുകളുണ്ടല്ലോ കളവന്മാർ, ആ ടീമുകളൊക്കെ കൂടി അങ്ങോട്ട് വളഞ്ഞ് കെട്ടി വരും. വളഞ്ഞ് കെട്ടി വന്നതിന് ശേഷം ഇങ്ങനത്തെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അവിടെ ചെയ്യാൻ പറ്റില്ല ഇവർ കൂടി വളഞ്ഞ് കെട്ടി ആക്രമിക്കും. അതിൽ ഈ പഴയ അന്തംകമ്മിയും അതുപോലെ തന്നെ ഈ ASI ഇല്ലേ, ശരിക്കും എന്താ പറയുക, നമ്മൾ BC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പം പറയാം ഹാരപ്പൻ, അതിനേക്കാൾ മുമ്പിലേക്ക് ചരിത്രം കളിച്ചു പോകേണ്ടി വരും. ആ കാഴ്ചപ്പാടിലുള്ള വ്യക്തികളാണ് ഈ ടീമുകളെന്ന് പറയുന്നത്. അങ്ങനെ വളഞ്ഞ് അപ്പോൾ നമ്മൾ ഇവരെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മുടെ റീൽസുകളും അതുപോലെ തന്നെ മറ്റേ പഴയ ടിക്ടോക്ക് വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. വീണ്ടും ഇവർ വളരെ വന്നിട്ട് ചാടി ആക്രമിക്കും. അല്ലാത്തൊരു ഇതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉള്ള കളവന്മാരുടെ ടീമുകൾ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുപോലെ അനുഭവങ്ങളുണ്ടാവും. അതായത് പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. ഏത് ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിലും ആ ഗ്രൂപ്പിലൊരു കഴിവുള്ള കുറച്ച് കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ എന്തെങ്കിലും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് ഈ കഴിവൊന്നുമില്ലാത്ത ടീമുകളുണ്ടല്ലോ, ആ ടീമുകൾ കടന്നാക്രമിക്കും. ശരിയല്ലേ? പിന്നെ അവിടെ മൊത്തം പ്രശ്നമായി. ആ ഗ്രൂപ്പ് മറ്റവനകന്ന് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. മൊത്തം ഗ്രൂപ്പ് അടിച്ച് പിരിഞ്ഞ് ഗ്രൂപ്പ് ഡെഡായിട്ടുണ്ടാവും. എല്ലാറ്റിലും ഇതിൽ കാണുന്ന പൊതു സവിശേഷത ഇതാണ്. അപ്പോൾ നിങ്ങളും ഇത് ഇങ്ങനത്തെ ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ ഭാഗമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ. എൻ്റെ ഒരു അനുഭവം അത് വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.